പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. വീണ്ടും നിങ്ങളോടൊപ്പം കർത്താവിന്റെ വചനവുമായിട്ടായിരിക്കാൻ സ്വർഗത്തിലെ ദൈവമിടയാക്കിയതിനായി കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിന്റെ വലിയ കരുണയും കൃപയും നമ്മളെ നാളുതോറും നടത്തുന്നത്. യേശുവിലായ ഒരു വ്യക്തി വീണ്ടും ജനിച്ചു. നമ്മൾ വീണ്ടും ജനിച്ചവർ. വീണ്ടും ജനിക്കുക എന്ന് പറയുന്ന പദം പലരും അതിന്റെ വേണ്ടതുപോലുള്ള അർത്ഥത്തിലല്ല മനസ്സിലാക്കിയിരിക്കുന്നത്. പകരമായി അതിനെ ചില കൂട്ടവും ചില വിഭാഗവും ചില കൂട്ടായ്മകളുമായിട്ടുള്ള ബന്ധത്തിനാണ് ഈ വീണ്ടും ജനനം എന്ന വാക്കിനെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ ദൈവവചനത്തിൽ കാണുമ്പോൾ പലരുടെയും ജീവിതത്തിലെ പല ഘട്ടങ്ങളെ കാണാനായിട്ട് കഴിയും. നമ്മൾ നോക്കിയാൽ ആദാമിന്റെ ജീവിതത്തിൽ ഒരു ഘട്ടമുണ്ടായിരുന്നു. ദൈവത്തോടു കൂടെ നടക്കുകയും ദൈവത്തോട് സംസാരിക്കുകയും ചെയ്തൊരു കാലഘട്ടം. എന്നാൽ അതിനുശേഷം ഏദൻ തോട്ടത്തിന് പുറത്തായ ഒരു കാലഘട്ടം നമുക്ക് ആദാമിൽ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തരിലും കാണാനായിട്ട് കഴിയും. അബ്രഹാമിനെ നമ്മൾ നോക്കുമ്പോൾ വാഗ്ദത്തം നിവർത്തിക്ക് വേണ്ടി കാത്തിരുന്ന അബ്രഹാം, വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം. അപ്പൊ നമ്മള് ആദ്യത്തിൽ അബ്രാം എന്ന് വിളിക്കപ്പെടുന്നു, പിന്നത്തതിൽ അബ്രഹാം എന്ന് വിളിക്കപ്പെടുന്നു. ശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇസഹാക്ക് കർത്താവിന്റെ ശബ്ദം കേട്ട ദേശത്ത് തന്നെ താമസിച്ച് വർദ്ധിച്ച് മഹാധനവാനായി തീരുന്ന ഒരു ഇസഹാക്കിനെ കാണാൻ കഴിയും. അതുപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് യാക്കോബ് കഷ്ടതയുടെ നടുവിൽ കൂടി വളർന്നു വന്ന യാക്കോബിനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ എപ്പോഴാണോ ദൈവദൂതനോട് മല്ലിട്ടത്, അവിടെ വെച്ച് അവന്റെ കഷ്ടപ്പാട് കഴിഞ്ഞു. പിന്നെ അവന്റെ ജീവിതത്തിലുള്ള വർധനമെന്ന് പറയുന്നത് അനുഗ്രഹത്താൽ ഉണ്ടായ വർധനം. അവിടെ യാക്കോബ് കർത്താവിനോട് പറഞ്ഞൊരു കാര്യം ഇതേ ഉള്ളൂ, അങ്ങനെ അനുഗ്രഹിച്ചാലല്ലാതെ ഞാൻ വിടത്തില്ല. അപ്പൊ ആ ഒരു സ്ഥലം മുതൽ യാക്കോബിന്റെ ജീവിതത്തിൽ ഉണ്ടായ വർധനവിന്റെ അടിസ്ഥാന കാരണം ഒരിക്കലും യാക്കോബിന്റെ ജീവിതത്തിലുള്ള കഠിനാധ്വാനമല്ല. ലാബാന്റെ വീട്ടിൽ അവൻ വർദ്ധിച്ചത് കഠിനമായി അധ്വാനിച്ചത്. യാക്കോബ് തന്റെ ഭാര്യമാരോട് പറഞ്ഞൊരു കാര്യം ഇതാ, ഞാൻ നിങ്ങളുടെ പിതാവിന് വേണ്ടി ജോലി ചെയ്ത് ഞാൻ ക്ഷീണിതനായിരിക്കും. ലാബാനോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഞാൻ രാത്രിയിലെ തണുപ്പും പകലിലെ ചൂടുമെല്ലാം എന്റെ ശരീരത്തിൽ കൊണ്ട് ഞാൻ ശരീരം ക്ഷീണിച്ചു പോയിരിക്കും. അപ്പോഴങ്ങനെ യാക്കോബിന്റെ വർധനവിന്റെ അടിസ്ഥാന കാരണം കഠിനാധ്വാനമായി. എന്നാൽ യാബോക്ക് എന്ന നദീതീരത്ത് വെച്ച് ഉഷസാകുവോളം ദൂതനുമായിട്ടുള്ള മല്ലിടിയിലിന് ശേഷം പിന്നത്തേത് നാം കാണുന്നത് എങ്ങനെയാണ്, അവൻ അനുഗ്രഹത്താൽ വർദ്ധിക്കപ്പെടുന്നതായ നിലയിൽ കാണാൻ സാധിക്കും. അതായത് ഏശാവിന്റെ ജ്യേഷ്ഠാവകാശം തട്ടിയെടുത്തവനായ യാക്കോബ് ജനനത്തിനു മുമ്പേ ദൈവം അവന് കൊടുത്തിരുന്ന ഒരു പ്രോമിസ് ഉണ്ട്, നീ നിന്റെ സഹോദരങ്ങളെ വാഴും. ആ ഒരു വാഗ്ദത്തത്തിലേക്ക് യാക്കോബ് എത്തുന്നത് ഇസഹാക്ക് അനുഗ്രഹിച്ചപ്പോഴല്ല. ഇസഹാക്ക് അനുഗ്രഹിച്ചപ്പോൾ അവൻ ഓടുന്നവനായിട്ടാണ് മാറിയത്, സഹോദരനെ ഭയന്ന് ഓടുന്ന വ്യക്തിയായിട്ടാണ് മാറിയത്. പക്ഷെ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം, ഏശാവിനെ മറികടക്കുന്ന നിലയിൽ യാക്കോബ് വർദ്ധിക്കാനും അനുഗ്രഹിക്കപ്പെടാനും തുടങ്ങി. അപ്പൊ അവിടെ നമുക്ക് വളരെ ലഘുവായി വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും യാക്കോബിന്റെ രണ്ട് ജീവിത ഘട്ടം, ഇസ്രായേൽ എന്ന പേരോടുകൂടെ അവന്റെ ജീവിതം മാറുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഓരോരുത്തരും അപ്പൊ ഒരു മനുഷ്യനില് ഒരു അധ്യായം, ഒരു ജീവിത കാലഘട്ടം കഴിഞ്ഞ് മറ്റൊരു കാലഘട്ടം ആരംഭിക്കുന്നതിന് നമുക്ക് പലരിലും കാണാൻ കഴിയും. യോസഫില്, ദാവീദില്, യോശുവയില്, മോശയില്, ഇവരിലൊക്കെ ഞാനിത് എടുത്തു പറയാനാണെങ്കിൽ അനേകരെ കുറിച്ച് പഴയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരെ കുറിച്ചും എങ്ങനെ ഓരോരുത്തരെ കുറിച്ചും എടുത്തു പറയാൻ സാധിക്കും. എന്നാൽ ഇവിടെ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യമുണ്ട് നിക്കോദീമോസിനോട്, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കാണുവാൻ ആർക്കും കഴിയത്തില്ല. ദൈവരാജ്യത്തെ കാണുവാൻ ആർക്കും കഴിയില്ല. നിക്കോദീമോസിന്റെ ചോദ്യം ഇതായിരുന്നു, കർത്താവേ, നീ ദൈവത്തെങ്കിൽ നിന്ന് വന്നവനല്ലെങ്കിൽ നീ ഈ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കത്തില്ല. അപ്പൊ അവിടെ നിക്കോദീമോസ് യേശു ചെയ്യുന്ന പ്രവർത്തികളെ കണ്ടിട്ട് യേശുവിനെ കുറിച്ച് വിലയിരുത്തുകയാണ്. യേശു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല, ദൈവത്തിൽ നിന്ന് വന്നവരാണ്. ദൈവത്തിൽ നിന്ന് വന്നവനായിട്ട് യേശുവിനെ കാണാനായിട്ട് നിക്കോദീമോസ് കണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു, നീ ചെയ്യുന്ന പ്രവർത്തികൾ കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല
ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നീ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണ്, ദൈവത്തിൽ നിന്ന് വന്നവനാണ്, അതാണ് പറയുന്നത്. പക്ഷെ യേശുവിന് മറുപടി, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണുവാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ നീ ഇപ്പൊ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനെന്ന്, ദൈവത്തിൽ നിന്ന് വന്നവനെന്ന്. അപ്പൊ അവിടെ കർത്താവിന്റെ മറുപടി, ദൈവത്തിൽ നിന്ന് വന്നവനെന്ന് നീ പറയുന്നില്ലേ? നമുക്ക് ഞാൻ ആ വാക്യം ഒന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം ആ സംഭവം തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിന്റെ 3-ാമത്തെ അധ്യായത്തില് അവൻ രാത്രിയിൽ അവന്റെ അടുക്കൽ വന്ന അവനോട്, റബി, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം നിന്നോടുകൂടെ ഇല്ല എങ്കിൽ നീ ചെയ്യുന്ന ഈ അടയാളങ്ങളെ ചെയ്യുവാൻ ആർക്കും കഴിയില്ല. അതിന് മറുപടിയായിട്ടാണ് യേശു പറയുന്നത്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണാൻ കഴിയത്തില്ല. നീ ഇപ്പോ വന്നിരിക്കുന്നത് ഉയരത്തിൽ നിന്നാണ് എന്ന് നിക്കോദീമോസ് പറയുന്നു. അപ്പൊ കർത്താവ് പറയുന്നത്, നീ ദൈവത്തിൽ നിന്ന് വന്നു എന്ന് നീ എന്നെ കാണുന്നു. അതൊക്കെ നല്ല കാര്യമാണ്. ഞാൻ ചെയ്ത പ്രവൃത്തികളെ വെച്ച് നീ മനസ്സിലാക്കുന്നു, ഒക്കെ നല്ല കാര്യമാണ്. ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് നിനക്ക് മനസ്സിലായി, പ്രവൃത്തികളാണ്. പക്ഷെ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തെ കാണാം. പ്രിയപ്പെട്ടവർ, ഞാനൊരു കാര്യം പറയട്ടെ. ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ അവന്റെ കാഴ്ചയ്ക്ക് മാറ്റം ഉണ്ടാകും. ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കാഴ്ചയ്ക്ക് പ്രയാസമുള്ള ഒരു വ്യക്തി, ഒരു 30 അടി വരെ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തി വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് 100 അടി കാണാൻ സാധിക്കും? ഇല്ല. അദ്ദേഹത്തിന്റെ കാഴ്ചയുടെ പരിധി ഒന്നുമല്ല മാറുന്നത്. ഇവിടെ പറയുന്നത്, വീണ്ടും ജനിക്കുമ്പോൾ ഒരുവനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോ നീ എന്നെ കാണുന്ന ഞാൻ ദൈവത്തിൽ നിന്ന് വന്നവനെന്ന് മാത്രമാണ് നീ മനസ്സിലാക്കുന്നത്. പക്ഷേ നീ വീണ്ടും ജനിച്ച നിനക്കൊരു കാര്യം മനസ്സിലാകും, നീ ദൈവത്തിൽ നിന്നാ വന്നതെന്ന് നിനക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് വീണ്ടും ജനനം. അതാണ് വീണ്ടും ജനനം. ഹല്ലേലൂയ. അതായത് നീ വീണ്ടും ജനിക്കുമ്പോൾ എപ്പോഴാണോ നീ സത്യത്തെ മനസ്സിലാക്കുന്നത്, അത് നമ്മൾ വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? വീണ്ടും ജനനത്തെ കുറിച്ച് 1 പത്രോസിലെ ലേഖനം 1-ാം 23-ാം വാക്യത്തിൽ പറഞ്ഞ് നമ്മളെ വചനത്താൽ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. അപ്പൊ നാം വീണ്ടും ജനിച്ചത് വചനത്താലാണ്. നാം ജനിച്ചത് ഈ ഭൂമിയിൽ സാധാരണമായ നിലയിൽ ജനിച്ചത് ജഡപ്രകാരം. എന്നാൽ നാം വീണ്ടും ജനിച്ചത് വചനത്താൽ. എങ്ങനെയാണ് വചനത്താൽ വീണ്ടും ജനിക്കുക എന്നത് എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതായത് നമ്മുടെ ജീവിതത്തിൽ യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു എന്ന്, യേശുക്രിസ്തുവിന്റെ മരണവും പുനരുത്ഥാനവും എന്റെ ജീവിതത്തിന്റെ ചരിത്രം മാറ്റി, എന്നെ ദൈവത്തിന്റെ മകനാക്കി മാറ്റി, എന്നെ നീതിമാനാക്കി എന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ വരുന്ന ബോധ്യം, ആ വ്യക്തിയുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അറിവ്, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന വലിയ പരിവർത്തനം എന്ന് പറയുന്നത്, അവന്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടാകും, ഞാൻ ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ പുത്രനാണ്. ഈ ബോധ്യമാണ് വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, നാം ഒരു മാതാവിന്റെയും പിതാവിന്റെയും മകനായിട്ട് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ നമ്മുടെ മാതാപിതാക്കളുടെ പേര് നമ്മൾ പറയും. അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവം ക്രമീകരിക്കപ്പെട്ടതെല്ലാം ആ ഒരു ജനനത്തെ കേന്ദ്രീകരിച്ച്, ആ പിതാവിന്റെയും മാതാവിന്റെയും സ്വഭാവ വൈകല്യങ്ങളും ഗുണങ്ങളും എല്ലാം നമ്മളെ പിന്തുടരാനായിട്ട് തുടങ്ങും. നമുക്ക് എല്ലായിടത്തും അത് കാണാൻ സാധിക്കും. നമ്മൾ എവിടെ പോയാലും നമ്മുടെ പിതാവിന്റെ പേര് നമ്മൾ ചുമന്നുകൊണ്ടാണ്, അല്ലേ? അത് ആ ഒരു ഫാമിലി നെയിമും ഒക്കെ നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്. അത് എല്ലായിടത്തും നമ്മൾ കൊണ്ടു നടക്കണം. അത് നമ്മുടെ ചിന്തകളെ എപ്പോഴും സ്വാധീനിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് എപ്പോഴും നമ്മുടെ മാതാപിതാക്കൾ എന്ന ചിന്ത നമ്മുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇവിടെ വചനത്തിൽ പറഞ്ഞ് വീണ്ടും ജനിക്കുമ്പോൾ അവനിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യം, ഇതുവരെയും ഭൗതികമായി ജനിപ്പിച്ച മാതാപിതാക്കളുടെ ആ നേച്ചറും ആ സ്വഭാവവും അവരിലെ നന്മകളും അവരിലെ ശരിതെറ്റുകളെയും ചുമന്നുകൊണ്ട് നടന്ന മനുഷ്യരിൽ ഒരു വ്യത്യാസം ഉണ്ടാകും. എന്ത് വ്യത്യാസമാണ്? അവൻ ഹല്ലേലൂയ തന്റെ ജീവിതത്തിൽ ഇതുവരെയും താൻ കണ്ട ശരിതെറ്റുകൾക്ക് അതീതമായിട്ട് ദൈവത്തിൽ നിന്ന് താൻ ജനിച്ചവനെന്ന് തന്റെ അകത്തൊരു അറിവുണ്ടാകും. അവന്റെ അകത്ത് തന്നെ ഒരു ബോധ്യം ഉണ്ടാകും. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ വിലയ്ക്ക് വാങ്ങിയിരിക്കാൻ നിങ്ങൾ താങ്കൾക്കുള്ളവരല്ല എന്ന് അറിയുന്നില്ലയോ? നിങ്ങളെ തന്നെ എണ്ണിക്കൊള്ളി. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ ഉണ്ടായി വരേണ്ടതായ ഒരു അറിവാണ്, ഞാൻ ദൈവത്തിന്റെ മകനാണ്. അപ്പൊ വീണ്ടും ജനനത്തിലൂടെ ആദ്യം സംഭവിക്കുന്നത്
നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ടാവും. നമ്മുടെ ഉള്ളിൽ ഒരു രൂപാന്തരം ഉണ്ട്. അതായത് ഞാൻ ജഡപ്രകാരം എനിക്ക് ശരികളും തെറ്റുകളും കുറവുകളും ബലഹീനതകളും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ എന്റെ ജീവിതത്തിനകത്ത് യേശുക്രിസ്തുവിലൂടെ ഞാൻ വീണ്ടും ജനിച്ചപ്പോ, യേശുവിലെ വിശ്വാസത്തെ ഞാൻ വീണ്ടും ജനിച്ചപ്പോ എന്റെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. ഞാനൊരു അനുഗ്രഹമായി തീർന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു മാതൃകയായി, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ക്രിസ്തുവിനെ പ്രതിഫലിപ്പിക്കുന്നവനായി മാറി. എനിക്ക് എന്റെ ഉള്ളിൽ ഒരു ബോധ്യം ഉണ്ടായി, കർത്താവ് എന്റെ അകത്തുവായി, ഞാൻ ദൈവത്താൽ വീണ്ടും ജനിച്ചവനാണ്. വചനം എന്റെ അകത്തിരിക്കുന്നു, വചനത്താൽ വീണ്ടും ജനിച്ചവനാണ്. നമ്മുടെ ഉള്ളില് വചനത്താൽ വീണ്ടും ജനിച്ചവനാണെന്നുള്ള ബോധ്യം, അത് ഏത് സാഹചര്യങ്ങൾക്കും അതീതമായി നമുക്കതിനെ മനസ്സിലാക്കാൻ സാധിക്കും. ഏത് സാഹചര്യങ്ങൾക്കും അപ്പുറമായതിനെ തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. അതേ പ്രിയപ്പെട്ടവരെ, ജീവിതത്തില് പല മേഖലകളിൽ നിങ്ങൾ തോറ്റവരായിരിക്കാം, തകർന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ നാളുകളായി ഒരു രോഗം നിങ്ങളെ വാഴുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ മനസ്സിനെ വല്ലാതെ ആ രോഗചിന്ത സ്വാധീനിക്കുകയും അടിമപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങൾ എത്രത്തോളം ആ ഒരു രോഗഭീതി നിങ്ങളുടെ അകത്ത് വാഴുന്നു, ആ രോഗചിന്ത നിങ്ങളുടെ ചിന്തകളെ എത്രത്തോളം സ്വാധീനിക്കുന്നു, അത്രത്തോളം നിങ്ങൾ ആ രോഗത്താൽ നിയന്ത്രിക്കപ്പെടും, ആ സാഹചര്യത്തെ നിയന്ത്രിക്കപ്പെടും. എന്നാൽ എത്രത്തോളം ക്രിസ്തുവിന്റെ ചിന്ത, ദൈവിക ചിന്ത, അതായത് നിങ്ങൾ ദൈവത്തിൽ വീണ്ടും ജനിച്ചവരാന്നുള്ള ചിന്ത നിങ്ങളുടെ ബോധ്യത്തിൽ എത്രത്തോളം ശക്തമായി വാഴാൻ തുടങ്ങുന്നു, അത്രത്തോളം നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ ആമേൻ ദൈവിക പ്രവൃത്തി വെളിപ്പെടാനായിട്ട് തുടങ്ങും. നിങ്ങൾ സാഹചര്യങ്ങളെ വാഴുന്നവരായി മാറും. ഹല്ലേലൂയ നിങ്ങൾ രോഗത്തെ വാഴുന്നവരായി മാറും. വീണ്ടും ജനനം, വീണ്ടും ജനിക്കുക. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തെ കാണാം. വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തെ കാണാം. അതായത് നീ ഇപ്പോൾ കാണുന്നത്, ഇപ്പോൾ എന്നെ കാണുന്നത് ദൈവത്തിൽ നിന്ന് വന്നവനാണ്. എന്നാൽ എന്റെ ഭൗതികമായ നിലയിൽ നീ എന്നെ ശ്രദ്ധിച്ച് തിരക്കി പോയാൽ, വംശപാരമ്പര്യമൊക്കെ നീ എടുത്താൽ നിനക്ക് മനസ്സിലാക്കാൻ കഴിയും യോസേഫിനെ മറിയയുടെ മകനാണ് ജനിച്ചത്. പരിശുദ്ധാത്മാവിനാൽ ആണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. പക്ഷേ അവിടെ എല്ലാം പറഞ്ഞു കേട്ടിരുന്നത് മറിയയുടെ യോസഫിന്റെ മകനെന്ന്. അവന്റെ സഹോദരങ്ങളും കൂടെയുണ്ട്, നമ്മുടെ കൂടെ ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു. പക്ഷെ അങ്ങനെയാണെങ്കിൽ യേശുവില് എവിടെയാണ് ആ ദൈവപുത്രൻ എന്ന് പറയുന്ന ആ ഒരു തലം വെളിപ്പെടുന്നത്? നമുക്ക് കാണാൻ കഴിയും. യേശുക്രിസ്തു യോർദാനിൽ സ്നാനമേറ്റ് കയറിയ ഉടനെ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ഉണ്ടായി, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അവിടെ യേശുക്രിസ്തു അവിടെ പറഞ്ഞൊരു കാര്യം, അവിടെ സ്വർഗം പറഞ്ഞൊരു കാര്യം, ഇവൻ എന്റെ പ്രിയപുത്രൻ. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം ഈ പ്രഖ്യാപനത്തെ കാണുമ്പോൾ, ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 17-18 വാക്യങ്ങളിൽ യേശു ഒരു പ്രഖ്യാപനം നടത്തുക. ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അയച്ചിരിക്കുന്നു. എന്റെ മേൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, അഭിഷേകമുണ്ട് ദരിദ്രരോട് സുവിശേഷം പറയാനായിട്ട്, ബന്ധിക്കപ്പെട്ടവരെ വിടുവിച്ചയക്കാനായിട്ട്, തടവറയിൽ കിടക്കുന്നത് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനായിട്ട്, കുരുടന്മാർക്ക് കാഴ്ച പ്രഖ്യാപിക്കാനായിട്ട് കർത്താവ് എന്നെ അയച്ചിരിക്കുക. എന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ മേൽ ദൈവമുണ്ട്, എന്റെ മേൽ പരിശുദ്ധാത്മാവുണ്ട്, എന്റെ മേൽ അഭിഷേകമുണ്ട്. ഇത് പറയാൻ തുടങ്ങി. പ്രിയപ്പെട്ടവർ, ഞാൻ പറയട്ടെ, വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ, ശരിക്കും നമ്മൾ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ നാം ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് ശരിക്കും വീണ്ടും ജനനം. ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് ഞാൻ ആരാണ്, അതായത് ജഡപ്രകാരം ഞാൻ ആരാണ് എന്നുള്ള തിരിച്ചറിവാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. ഒരു വിദ്യാഭ്യാസ യോഗ്യത ഉള്ളപ്പോൾ നമുക്കൊരു അറിവുണ്ട്, ഞാൻ ഇത്രത്തോളം പഠിച്ചവൻ. ഒരു പ്രൊഫഷൻ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ പറയും ഞാൻ ഈ പ്രൊഫഷനുള്ളതാണ്. നമ്മുടെ ചില നാഷണാലിറ്റീസ്, ഇന്ന രാജ്യക്കാർ, ഞാൻ ഇന്ന രാജ്യക്കാരൻ. ഭാഷക്കാർ പറയും ഞാൻ ഇന്ന ഭാഷക്കാരൻ. സമ്പന്നനായ ആള് പറയും ഞാൻ ഇത്രത്തോളം സമ്പന്നൻ, മില്യണറാണ്. പലതും പറയാറുണ്ട്. എന്നാൽ അത് ജഡപ്രകാരമുള്ള അറിവ്. എന്നാൽ ഒരു വ്യക്തി എപ്പോഴാണോ താൻ ആത്മാവിൽ ആരാണെന്ന് തിരിച്ചറിയുന്നത്, അതിന്റെ പേരാണ് വീണ്ടും ജനനം. അത് ജനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ തിരിച്ചറിവിൽ ഉണ്ടാകുന്ന മാറ്റമാണ്. നാം യഥാർത്ഥത്തിലാണ്, ഞാൻ വീണ്ടും ജനനത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ആരാണെന്നുള്ള നിങ്ങൾ ആരാന്നുള്ള യഥാർത്ഥമായ തിരിച്ചറിവാണ് ശരിക്കും വീണ്ടും ജനനം. അതാണ് ശരിക്കുള്ള വീണ്ടും ജനനം. അപ്പൊ നമുക്കിവിടെ ഈ വചനത്തിൽ കാണാൻ കഴിയുന്നത്,
വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തെ കാണാൻ ആർക്കും കഴിയത്തില്ല. അപ്പൊ വീണ്ടും ജനിച്ചാൽ ദൈവരാജ്യത്തെ കാണാം, ദൈവരാജ്യത്തെ കാണാം. അത് കാഴ്ചപ്പാടുകൾ മാറാം. കണ്ടു, അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കാഴ്ച എന്ത് മാറ്റം കൊണ്ടിരുന്നത്? കാണുന്ന കാഴ്ച അറിവിൽ മാറ്റം. തോമസ് യേശുവിന്റെ ശിഷ്യനാണെന്ന് തോമസ് പറഞ്ഞു, ഞാൻ കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുന്നില്ല. അപ്പൊ കാണുക എന്ന് പറയുന്നത് നമ്മുടെ വിശ്വാസത്തെ സ്വാധീനിക്കുന്നു, നമ്മുടെ അറിവിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ചുറ്റുപാടുകളെ സ്വാധീനിക്കുന്ന കാണുക എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ വീണ്ടും ജനിച്ച ദൈവരാജ്യത്തെ കാണാം. അത് കാണുമ്പോൾ നമ്മുടെ തിരിച്ചറിവിനെ അത് സ്വാധീനിക്കും, നമ്മുടെ സാഹചര്യങ്ങളെ അത് സ്വാധീനിക്കും, നമ്മുടെ ചുറ്റുപാടുകളെ അത് സ്വാധീനിക്കും, നമ്മുടെ അവസ്ഥകളെ അത് സ്വാധീനിക്കും. എന്നാൽ ഇവിടെ വീണ്ടും ജനിച്ചാൽ നിനക്ക് ദൈവരാജ്യത്തെ കാണാം. എന്നാൽ അതിന്റെ 5-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, യോഹന്നാന്റെ സുവിശേഷം 3:5. ഒരുവൻ ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ കഴിയത്തില്ല. അപ്പൊ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവരാജ്യത്തെ പ്രവേശിക്കുക, എൻറ്റർ ഇൻ ടു ദ കിങ്ഡം, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, എൻറ്റർ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക. ഈ പ്രവേശനം സാധ്യമാകുന്നതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. അതായത് നമുക്കറിയാം, വെള്ളത്താൽ ജനിക്കുക. വെള്ളം സൃഷ്ടിയുടെ ആരംഭത്തിൽ എവിടെയും കർത്താവ് വെള്ളത്തെ സൃഷ്ടിച്ചില്ല. വെള്ളത്തെ സൃഷ്ടിച്ചു എന്ന് ഒരിടത്തും കാണാൻ സാധ്യമല്ല. എന്നാൽ നമുക്ക് ദൈവജനത്തിൽ കാണാൻ കഴിയുന്ന ഒരു വസ്തുതയുണ്ട്. ഭൂമിയെ സൃഷ്ടിച്ചത്, ഭൂമി ഉളവായത് എന്നതിനെ കുറിച്ച് പറയുന്നത് വെള്ളത്താൽ ഉളവായ ഭൂമി എന്നാണ് ഭൂമിയെ കുറിച്ച് പറയുന്നത്. നമുക്ക് ദൈവവചനത്തിൽ ആ വെള്ളത്താൽ ഉളവായ ഭൂമി എന്നത് ആ വചനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. വെള്ളത്താൽ ഉളവായ ഭൂമി. 2 പത്രോസിന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5-ാം വാക്യം, ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായി എന്നും. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും. ഇവിടെ പറയുന്നത് വെള്ളത്താൽ, വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. ഭൂമി ഉണ്ടായത് വെള്ളത്താൽ ഉണ്ടായി എന്നാണ്. അവിടെ കാണുന്നൊരു വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി. അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെട്ടത് വെള്ളത്താൽ എന്നാ പറയുന്നത്. ഇപ്പൊ വെള്ളത്തെ ദൈവം സൃഷ്ടിച്ചില്ല, പക്ഷെ വെള്ളത്താൽ ഭൂമി സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ അവിടെ വെള്ളം എന്ന് പറയുമ്പോ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. എഫേസ്യ ലേഖനത്തില് അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഭാര്യ-ഭർത്തൃ ജീവിതത്തെ കുറിച്ച്, കുടുംബ ജീവിതത്തെ കുറിച്ച് പറയുന്നതായ ആ അധ്യായത്തിൽ നമുക്ക് അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ 26-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിന്. വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പോൾ വെള്ളത്താൽ വീണ്ടും ജനിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഈ 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ വായിച്ചതായ ഭൂമിയും ആകാശവും വെള്ളവും വെള്ളത്താൽ ഉളവായ ഭൂമി. അപ്പൊ നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത്, ആദിയിൽ ദൈവം ആകാശത്തെ ഭൂമിയെ സൃഷ്ടിച്ചപ്പോ വചനം ഉണ്ടായിരുന്നു, വചനത്താൽ സകലവും ഉണ്ടായതെന്ന് 3-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-ാം വാക്യം. എന്നാൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ല് ദൈവം ആദിയിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്നാണ് കാണുന്നത്. അപ്പൊ ഭൂമി സൃഷ്ടിക്കപ്പെടാൻ കാരണത്തെ കുറിച്ച് ഇവിടെ പറയുന്നത് വെള്ളം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറയുന്നത് വചനം. എന്നാൽ ഇവിടെ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ കാണുന്നത് വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ. അപ്പൊ അവിടെ പറയുന്ന ഒരു കാര്യം എന്താണ്? വചനത്താൽ, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുക എന്ന് പറഞ്ഞാൽ വചനത്താൽ ജനിക്കുക. വചനത്താൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം?
ഈ വചനത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ വചനപ്രകാരം ജനിക്കുക. വചനപ്രകാരം ജനിക്കുക. അതായത് പ്രിയപ്പെട്ട ഒരു ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും ഓരോ മേഖലയിലും ഈ പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കണം. വചനത്താൽ നമ്മളെ വീണ്ടും വീണ്ടും പുതുക്കിക്കൊണ്ടേയിരിക്കണം. വീണ്ടും ജനനം ഒരിക്കലായി നടന്ന് തീർന്നു കഴിഞ്ഞതാണ്. പക്ഷേ ഞാൻ പറയട്ടെ, അത് ഡെയിലി അത് പുതിയതായിക്കൊണ്ടേയിരിക്കണം. അതായത് നമ്മുടെ ജീവിതത്തിനകത്ത് നമ്മൾ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്ന പല വിധത്തിൽ ഭൗതികമായ ചലഞ്ചുകളും ഭൗതികമായ വിഷയങ്ങളും ഉണ്ട്. ആ ഭൗതികമായ ചലഞ്ചുകളും വിഷയങ്ങളെയും ദൈവവചനമാകുന്ന വചനം കൊണ്ട്, ദൈവവചനമാകുന്ന ജലം കൊണ്ട് വീണ്ടും വീണ്ടും കഴുകൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. എവ്രി ഡേ നമ്മൾ കഴുകൽ പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ഓരോ ദിവസവും നമ്മെ ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കണം. ഓരോ നാളും നമ്മെ വിശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. നമ്മളെ പുതിയതാക്കിക്കൊണ്ടേയിരിക്കണം. ഹല്ലേലൂയ, നമ്മളെ പുതിയതാക്കിക്കൊണ്ടേയിരിക്കണം. അത് നമ്മുടെ ജീവിതത്തിനകത്ത് വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മൾ വചനത്താൽ വീണ്ടും വീണ്ടും ഓരോ ദിവസവും നമ്മളിൽ പുതുക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. അത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ എവിടെയെല്ലാം ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, ആമേൻ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും കൂടെ പോകുന്നെങ്കിൽ, പക്ഷേ നിങ്ങളുടെ അകത്തൊരു തിരിച്ചറിവുണ്ടാണ്, വചനത്തിൽ എന്നെ കുറിച്ച് എന്താ പറയുന്നത്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാകുന്നില്ല. ആ തിരിച്ചറിവാണ് വീണ്ടും ജനനം. രോഗിയായിരിക്കുന്ന നിങ്ങളുടെ അകത്ത് വീണ്ടും ജനനം സംഭവിക്കുന്ന എങ്ങനെയാണ്? നിങ്ങൾ പറയണം വചനത്താൽ. ആമേൻ. വചനത്തിൽ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? അവൻ എന്നെ സൗഖ്യമാക്കുന്ന യഹോവയാണ്. അവന്റെ അടിപ്പിണറുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അവൻ എന്റെ ശരീരത്തിൽ രോഗത്തെ നീക്കിക്കളയും. ഞാൻ എന്റെ ആയുസ്സിനെ പൂർത്തിയാക്കും. നീ നല്ല വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. ഇത് വചനത്തിൽ എഴുതിയിരിക്കുന്നെങ്കിൽ അതേ എന്നിൽ സംഭവിക്കും. എന്റെ ശാരീരികമായ അവസ്ഥകൾക്ക് അതീതമായി ദൈവവചനത്തിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥയുടെ പേരാണ് വീണ്ടും ജനനം. പാപിയായ ഞാൻ, പാപ സ്വഭാവം, പാപ പ്രകൃതം എന്റെ അകത്തുണ്ട്. അനുസരണക്കേട്, പാപം, അഴുക്ക്, ഇതെല്ലാം എന്റെ അകത്തുണ്ട്. പക്ഷേ ആ അനുസരണക്കേടിന്റെയും പാപത്തിന്റെയും അകത്ത് ഞാൻ പറയുക, നോ, യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ഞാൻ. പാപത്തിന്റെ വിത്ത് എന്റെ അകത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ക്രിസ്തുവിൽ നീതിയായി മാറിയിരിക്കുകയാണ്. ക്രിസ്തുവിൽ ഞാൻ നീതിമാനാണ്, നീതീകരിക്കപ്പെട്ടവനാണ്. ആ ബോധ്യം, ആ തിരിച്ചറിവില്ലേ, വചനത്താൽ വീണ്ടും ജനിക്കുക. ഹല്ലേലൂയ. ആ വചന ആത്മാവിനാലും വെള്ളത്താലും. അപ്പൊ വെള്ളത്താൽ ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക. എന്ത് ചെയ്യും? ആ വെള്ളത്താലും ആത്മാവിനാലും എന്ന് പറഞ്ഞു. അതായത് വചനത്താൽ നമ്മൾ വീണ്ടും ജനിക്കുന്നത് നമ്മുടെ, ഹല്ലേലൂയ, നമ്മുടെ തിരിച്ചറിവുകളെ സ്വാധീനിക്കുന്നു, നമ്മുടെ അറിവിനെ സ്വാധീനിക്കുന്നു, നമ്മുടെ ബുദ്ധിയെ സ്വാധീനിക്കുന്നു, നമ്മുടെ ദൈവത്തിന്റെ മക്കളെന്ന കാഴ്ചപ്പാടിലേക്ക് വരും. എന്നാൽ അതോടൊപ്പം തന്നെ ആത്മാവിനാൽ ജനിക്കുക, വെള്ളത്താലും ആത്മാവിനാലും. എന്ത് ഈ ആത്മാവിൽ ജനിക്കുക എന്ന് പറയുമ്പോൾ അവിടെയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്റെ ഈ ആത്മാവിലുള്ള തിരിച്ചറിവ്. അതായത് എന്റെ ബോധമണ്ഡലത്തിലുള്ള തിരിച്ചറിവിനോടൊപ്പം തന്നെ ആത്മാവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. ആത്മാവിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിയുക. അത് ഈ വാക്യത്തിൽ തന്നെ, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ തന്നെ നമുക്കത് കാണാനായിട്ട് കഴിയും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ അതിനോട് ചേർന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അതിന്റെ, ഹല്ലേലൂയ, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. അപ്പൊ ആത്മാവിനാൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവായി മാറുക, സ്പിരിറ്റായിട്ട് മാറുക. സ്പിരിറ്റായിട്ട് മാറുക. നമ്മുടെ ജീവിത മേഖലകളിൽ സ്പിരിറ്റായി മാറുക എന്ന് പറഞ്ഞാൽ ഒരു സ്പിരിച്വൽ ബീയിങ് ആയിട്ട്, ആത്മമണ്ഡലത്തിൽ ജീവിക്കുന്ന ഒരുവനായിട്ട് മാറുക. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ആത്മമണ്ഡലത്തിൽ കാര്യങ്ങളെ കാണുന്നു, സ്പിരിച്വലായിട്ട് കാര്യങ്ങളെ കാണുന്നവനായിട്ട് മാറുക. കാര്യങ്ങളുടെ, ഞാൻ കാണുന്ന ഭാവം, കാണുന്ന സാഹചര്യങ്ങൾ, അതിനതീതമായിട്ട് ആത്മാവിൽ എന്റെ കാര്യങ്ങളെ ഞാൻ തിരിച്ചറിയുക. ആത്മാവിൽ എന്റെ കാര്യങ്ങളെ തിരിച്ചറിഞ്ഞ് അതിലൂടെ പ്രതികരിക്കുന്ന തലത്തിലേക്ക് ആവുക. ആമേൻ, പ്രൈസ് ഗാഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഫെയ്ത്ത് കൊണ്ട്, നമ്മുടെ വിശ്വാസം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്താണെന്നറിയാമോ? അദൃശ്യ മണ്ഡലത്തിലുള്ളത് ദൃശ്യമണ്ഡലത്തിലേക്ക്, ആമേൻ, അതിനെ ശരിക്കും പറഞ്ഞ് വെളിപ്പെടുത്തുന്നതാണ് യഥാർത്ഥത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രേ ഉള്ളൂ. അദൃശ്യ മണ്ഡലത്തില് നാം, ഹല്ലേലൂയ, ദൈവത്തിന്റെ മക്കളാണ്.
ആ തിരിച്ചറിവ് നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് നമ്മുടെ ദൃശ്യമണ്ഡലത്തിൽ അത് ഞാൻ ദൈവത്തിന്റെ പൈതലാന്നുള്ള പൂർണ്ണ അറിവോടെ ജീവിക്കുക, ക്രിസ്തുവിൽ ഞാൻ ആരാണെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുന്ന അവസ്ഥയുടെ പേരാണ് യഥാർത്ഥത്തിൽ ഹല്ലേലൂയ വീണ്ടും ജനനം എന്ന് പറയുന്നത്. അങ്ങനെ വീണ്ടും ജനിച്ചൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനെ ഒന്നിനും തകർക്കാൻ സാധ്യമല്ല, തളർത്തിക്കളയാൻ സാധ്യമല്ല, ഇല്ലാതാക്കി തീർക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും വചനത്താൽ വീണ്ടും ജനിച്ചവരെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടുകൂടെ, അതെ ഹല്ലേലൂയ, ജീവിതത്തിന്റെ ഓരോ സ്റ്റെപ്പിലും മുന്നോട്ട് പോകാനായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. അങ്ങനെ വീണ്ടും ജനിച്ച ഒരുവൻ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുക. ആത്മാവിനാലും വെള്ളത്താലും ജനിച്ചപ്പോ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചു. ഹല്ലേലൂയ. അതായത് ഞാൻ മുമ്പ് കണ്ടു, ആ കണ്ടത് കൊണ്ടുള്ള സ്വാധീനമേ എനിക്കുള്ളായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഞാൻ അതിനകത്താണ്. എനിക്ക് സ്വാധീന വലയത്തിനകത്തല്ല, ഞാൻ അതായിട്ട് മാറിയിരിക്കുകയാണ്. ഞാൻ അതിന്റെ അകത്താണ്, ദൈവരാജ്യത്തിന്റെ അകത്താണ്. ആമേൻ. ഇനി എനിക്ക് വേറെ ഒന്നും പുറമേ നോക്കി പുറത്തുള്ള ഒന്നിനും എന്നെ സ്വാധീനിക്കാൻ കഴിയാതെ വണ്ണം ഞാൻ ദൈവരാജ്യത്തിന്റെ അകത്താ. വേറെ ഒന്നും എന്നെ സ്പർശിക്കത്തില്ല. ഞാൻ കംപ്ലീറ്റ്ലി പുതിയ സൃഷ്ടിയായിട്ട് മാറിയിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെ ഒന്ന് വിശ്വസിക്കാമോ? ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ തന്നെ ഹല്ലേലൂയ. അതായത് നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ നിങ്ങൾ ഉറപ്പിച്ചാൽ മതി, യേശു എന്റെ പാപത്തിനു വേണ്ടി മരിച്ചു, യേശുക്രിസ്തുവിനെ നീതിക്കായിട്ട് ഉയർത്തുന്നിട്ട് ഇന്നും ജീവിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവിൽ ആമേൻ നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണെന്നുള്ള തിരിച്ചറിവ് ലഭിക്കും. ആ തിരിച്ചറിവാണ് വീണ്ടും ജനനം. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുന്നതാണ് വീണ്ടും ജനനം. അത് മതപ്രകാരമുള്ളതല്ല, ഒരു അനുഷ്ഠാനങ്ങൾ പ്രകാരമുള്ളതല്ല, അത് ആത്മപ്രകാരമുള്ളതാണ്. ആ തിരിച്ചറിവ് നിങ്ങളുടെ ജീവിതത്തിന്റെ അവസ്ഥയെ മാറ്റും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹീതമായ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവെ, പ്രോഗ്രാമിലൂടെ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജീവിതത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവിലുള്ള ആ വലിയ സമൃദ്ധിയും ജീവനും അസാധാരണ ദൈവമഹത്വം അവരുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. അവരിന്നുവരെ കണ്ടതും കേട്ടതിനും അതീതമായി ക്രിസ്തുവിൽ ആരാണെന്നുള്ള പൂർണ്ണമായ ബോധ്യം അവരുടെ ജീവിതത്തിന്റെ അഡ്രസ് മാറ്റുന്ന പോലെ ആയിത്തീരട്ടെ കർത്താവ്. അവരുടെ അനുഗ്രഹമായി കുടുംബങ്ങളില്, ജീവിതങ്ങളില്, അവരുടെ സഹോദരങ്ങളുടെ നടുവില് എല്ലായിടത്തും ഒരു സാക്ഷ്യമായി അടയാളമായി മാറട്ടെ കർത്താവ്. അവരെ അങ്ങനെ യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവെ. വീണ്ടും ജനനത്തിലൂടെ ആത്മാവിൽ അവരാരാണെന്ന്, ക്രിസ്തുവിൽ അവരാരാണെന്ന് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇന്നുവരെ അവർ പിന്തുടർന്ന പല ശാപങ്ങൾ കണ്ടേക്കാം. ആ ശാപം അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും മന്ത്രിക്കും, നീ കുഴപ്പമാകും, പ്രശ്നമാകും, പഴയതുപോലെ സംഭവിക്കും. ഇല്ല, ആ ഭയങ്ങൾ അവരുടെ അകത്തൊന്നും മാറട്ടെ. നെവർ. അവൻ തിരിച്ചറിയട്ടെ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടി ആയതുകൊണ്ട് ഇല്ല, ഇതുവരെ ഉള്ളത് അവരെ പിന്തുടരത്തില്ല. ഇനി അവരുടെ ജീവിതത്തിൽ ഉയർച്ച മാത്രം, അഭിവൃദ്ധി മാത്രം, സമൃദ്ധി മാത്രം, നന്മ മാത്രം അത് വെളിപ്പെടുമാറാകട്ടെ. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം, തൊട്ടതിനായിട്ട് നന്ദി, വിടുവിച്ചതിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടി യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ. പ്രൈസ് ഗാഡ്. വീണ്ടും ജനിച്ചിരിക്കുന്ന നിങ്ങളുടെ അകത്ത് ക്രിസ്തു വസിക്കുക. ക്രിസ്തുവിൽ നിങ്ങൾ ആരാണെന്നുള്ള തിരിച്ചറിവോടുകൂടി ജീവിക്കുക. നിങ്ങൾ ഹല്ലേലൂയ ദൈവരാജ്യത്താൽ നിയന്ത്രിക്കപ്പെടുന്ന വ്യക്തികളാണ്. മറ്റൊന്നിനും നിങ്ങളെ സ്വാധീനിക്കാൻ സാധ്യമല്ല. നിങ്ങളൊരു അനുഗ്രഹമാണ് എന്ന് തിരിച്ചറിയുക. ആ തിരിച്ചറിവോടുകൂടി വാഴുക. പഴയ ശാപം ഇനിയില്ല, പഴയ തോൽവി ഇനിയില്ല. ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പാറ്റേൺ ഉണ്ടായിരിക്കാം. ഇനി അങ്ങനല്ല, നിങ്ങൾ പുതിയ സൃഷ്ടിയാണ്. ബോധ്യത്തോടുകൂടി വാഴുക. ഗാഡ് ബ്ലെസ് യു. ആമേൻ.